എൻട്രൻസിലൂടെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പാർക്കിംഗ് ഏരിയ സൂപ്പറാണ്. നമ്മൾ സാധാരണ ഈ യാത്ര ചെയ്യുമ്പോഴും മറ്റ് ഫംഗ്ഷൻസിലൊക്കെ പോകുമ്പോഴേ പലയിടത്തും വെച്ച് ഈ സാഫ് എന്ന പേര്, അതുപോലെ ഈ സാഫ് എന്ന് പറയുമ്പോൾ തന്നെ ശരിക്കും നമ്മൾ സേഫാണ്. സാഫ് ഈസ് ഈക്വൽ ടു സേഫ് എന്നാണ് എല്ലാവരും പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ സാഫിൻ്റെ സുരക്ഷിതത്വം ഇവിടെയുള്ള എല്ലാം നല്ല ക്ലാരിറ്റിയിൽ. ശരിക്കും ഞാനിവിടെ ഒന്നിനും നമ്മളെ കല്യാണത്തിന് വന്നിട്ടുണ്ട്. കല്യാണം ഈ സാഫിനെക്കുറിച്ചുള്ള ചേട്ടൻ്റെ ഒരു അഭിപ്രായം? നിങ്ങൾ പറഞ്ഞതുപോലെ സാഫ് സേഫ് തന്നെയാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള 1500 പേർക്ക് ഓൺലൈനിൽ ഇരിക്കാൻ പറ്റുന്ന സൗകര്യവും 750 പേർക്ക് ഭക്ഷണത്തിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത് ഓഡിറ്റോറിയമാണ്. അതിലുപരി ഒരു 250 പേർക്ക് സെപ്പറേറ്റ് ഇൻഡിവിജ്വലായിട്ട് വരാൻ പറ്റുന്ന ഒരു മിനി ഹാൾ അത് അറേഞ്ച് ആക്കിയിട്ടുണ്ട്. അതുകൂടാതെ ഒരു 800 പേർക്ക് ഓപ്പൺ ഹാളിൽ നമ്മുടെ പാർട്ടി ഫംഗ്ഷൻ അങ്ങനെയുള്ള ഫംഗ്ഷന് വേണ്ടിയുള്ള സംവിധാനം അത് ഒരുക്കിയിട്ടുണ്ട്. കസ്റ്റമേഴ്സിന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും അതാത് സമയങ്ങളിൽ അവർ പറയുന്ന രീതി, അവർ ഇഷ്ടപ്പെടുന്ന രീതി അനുസരിച്ച് ഞങ്ങൾ മാക്സിമം ഞങ്ങൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർക്ക് വേണ്ടി ഓരോ കാര്യങ്ങളും ഒരുക്കുന്നുണ്ട്. പിന്നെ അതിലുപരി ഞങ്ങൾക്ക് ആദ്യം പാർട്ടി സൗകര്യം ഉണ്ടായിരുന്നില്ല. ആ ഒരു ബുദ്ധിമുട്ട്, പബ്ലിക്കിൻ്റെ ബുദ്ധിമുട്ട് കണക്കിലെടുത്തുകൊണ്ട് 100 പേർക്കുള്ള 100 വണ്ടിയുടെ കാർ പാർക്കിങ്ങും ഒരു 10 ബസ്സിൻ്റെ പാർക്കിംഗ് ഇതിനോടൊപ്പം അറേഞ്ച് ആക്കിയിട്ടുണ്ട്. അതിലുപരി ഓരോ കാര്യങ്ങളും വരും സമയങ്ങളിലും എന്തൊക്കെ ആവശ്യങ്ങൾ തന്നെയുണ്ട് അത് ഞങ്ങൾ നോക്കി വീണ്ടും പുതിയ സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അതിലുപരി 2025 എന്നോടുകൂടി ഞങ്ങളുടെ പുതിയ സംരംഭം കുഴമളിക്കൽ പഞ്ചായത്തിൽ പുതുക്കുളങ്ങര വരുന്നുണ്ട്. ഏകദേശം 3.5 ഏക്കറിനകത്താണ് 2500 പേർക്കുള്ള ലിവിങ്ങും 1500 ഡൈനിങ്, അതുകൂടാതെ ഒരു മിനി ഹാള് 750 പേർക്കുള്ള ഓപ്പൺ ഹാളാണ്. അത് ഈവനിങ് ടൈമിൽ ടോപ്പ് ഓപ്പണായിട്ട് ഫുൾ സ്കൈ വ്യൂ കാണത്തക്ക സംവിധാനത്തിലാണ് അത് ഒരുക്കിയിരിക്കുന്നത്. അതിനകത്ത് തന്നെ ഹെലിപ്പാഡ് 2 ഹെലിപ്പാഡ് വരുന്നുണ്ട്. ഒരു 500 കാർ പാർക്കിങ്ങാണ് ഉദ്ദേശിക്കുന്നത് അതിനകത്ത്. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും 2025 ഞങ്ങൾ അത് ഡിസംബർ 31 മുമ്പ് കമ്മീഷൻ ചെയ്യാൻ വേണ്ടിയാണ്. ഇതിൽ ജോലിയുടെ ബുദ്ധിമുട്ടിലെത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയായിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഇത്രയാണ് ഞങ്ങൾക്കുള്ളത്. ഇനി ഞങ്ങളുടെ വരുന്ന കസ്റ്റമർ അഭിപ്രായം അനുസരിച്ച് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് ഇതൊക്കെ ഞങ്ങളോട് കൊടുക്കും. അപ്പോൾ ശരിക്കും സാഫ് ഈസ് ഈക്വൽ ടു സേഫ്. വീണ്ടും അത് പറയാം. വീണ്ടും തീർച്ചയായിട്ടും പറയാം. സാഫ് ഈസ് ഈക്വൽ ടു സേഫ് തന്നെ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഞാൻ ഇടയ്ക്ക് 1-2 ഫംഗ്ഷനുകൾ വരുമ്പോഴും കണ്ടിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ട്സൊക്കെ വരുമ്പോഴേ ഇത് അനുഭവിച്ചിട്ടുള്ള ആവശ്യം. ഇത് വലിയൊരു ഹൈ റേഞ്ചിലല്ല ഞങ്ങൾ പോകുന്നത് തന്നെ. അതെ, സാധാരണ ഈ കണ്ടീഷനിലൊക്കെ ഉള്ളൊരു ഓഡിറ്റോറിയാണെങ്കിൽ നല്ലൊരു എമൗണ്ട് നമുക്ക് ചെയ്യാം. നമ്മൾ അതും നോക്കുന്നില്ല. ഒരു കസ്റ്റമറെ ഞങ്ങൾ അവരെ ബഡ്ജറ്റിൽ നോക്കി ഞങ്ങൾ തിരിച്ചുവിടുന്നില്ല. മാക്സിമം വരുന്ന കസ്റ്റമറെ ഞങ്ങളിവിടെ കൊടുക്കാൻ വേണ്ടി സംവിധാനത്തിലാണ് ഇതുവരെ കൊണ്ടുവന്നിട്ടുള്ളത്. അത് മാത്രമല്ല നമ്മുടെ നാടിനൊരു അഭിമാനമാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ 2 ഹെലിപ്പാഡ് ഉൾപ്പെടെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും പുതുക്കുളങ്ങര എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് 3-ലാണ്. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയൊരു സ്ഥലമാക്കണമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ശ്രമങ്ങൾ തന്നെയാണ്. അതിനുവേണ്ടിയുള്ള ശ്രമത്തിലാണ്. എല്ലാ ആശംസകളും. തീർച്ചയായിട്ടും. കാരണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ വളരെ സന്തോഷം. നമ്മുടെ നാടിന് ഏറ്റവും കൂടുതൽ ശരിക്കും അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ്. കാരണം ഇത്രയും 2 ഹെലിപ്പാഡ് പുതിയൊരു കൺവെൻഷൻ ചെറിയ സ്റ്റേറ്റ് 3-ൽ പുതുക്കുളങ്ങര, അത് നെടുമങ്ങാട് ആര്യനാട് റൂട്ടാണ് ഈ പുതുക്കുളങ്ങര. അവിടെ തന്നെ അത് വരുമ്പോൾ 4 കിലോമീറ്റർ സിറ്റി കസ്റ്റമറാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നെ വലിയ അഭിമാനം തന്നെയാണ്. ആഘോഷവേളകൾ അവിസ്മരണീയമാക്കാൻ, മുഹൂർത്തങ്ങളെല്ലാം ധന്യമാക്കാൻ അനുയോജ്യമായ ഒരു കൺവെൻഷൻ സെന്റർ. ആ കൺവെൻഷൻ സെന്ററിന്റെ മുന്നിലാണ് ഞാനിന്നുള്ളത്. സാഫ് കൺവെൻഷൻ സെന്റർ, ടോൾ ജംഗ്ഷൻ, ചുള്ളിമാനൂർ, നെടുമങ്ങാട്, തിരുവനന്തപുരം. അപ്പോൾ നമുക്ക് വിശദമായി കാണാം. പേര് പോലെ തന്നെയാണ്. സാഫ് പരിശുദ്ധമാണ്, അതുപോലെ സേഫാണ്. നമുക്ക് കാണാം സാഫ് ഓഡിറ്റോറിയത്തിന്റെ വിശദാംശങ്ങൾ. സാഫ് കൺവെൻഷൻ സെന്റർ, AC നോൺ AC ഹാൾ, മിനി ഹാൾ, ഓപ്പൺ ഹാൾ, എല്ലാം വിശദമായി കാണാം.
പ്രവേശിക്കാം. ശരിക്കും ഇവിടെ നിൽക്കുമ്പോഴേ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും. ശരിക്കും അല്ലേ, എനിക്ക് നമ്മുടെ പബ്ലിക്കിന്റെ അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. അത് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന്റെ അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. നമുക്ക് വളരെ അവര് നല്ലൊരു സന്തോഷം ഫീൽ ചെയ്യുന്ന ഒരു പ്ലേസാണിത്. അതെ, ഒരുപാട് കല്യാണം നടത്തുന്നവർ വീട്ടിൽ ഇവിടെ തന്നെ അവർ ആഗ്രഹിക്കുന്നു. എന്താണെന്നോ നമുക്കറിയില്ല. അവർ ആഗ്രഹിക്കുന്നവർ അവർ തീരുമാനം എന്താണെന്ന് അറിയില്ല, എന്താണ് അവർ കണ്ടതെന്ന് നമുക്കറിയില്ല. അവരാൽ ഇവിടെ ഞങ്ങൾ നല്ല ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്. തീർച്ചയായും ഏത് കസ്റ്റമർ വന്നാലും അവർക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ചെയ്യും. ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് കല്യാണത്തിന് ഇതിനകത്ത് ഞങ്ങൾ പ്രയർ റൂം അറേഞ്ച് ആക്കിയിട്ടുണ്ട്. ശരി, പ്രയർ റൂം പിന്നെ ഇതിനകത്ത് വിശാലമായ ഡ്രസ്സിംഗ് റൂം പ്രയർ ഹാളാണ്. ആയിരത്തി 500 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന അതിവിശാലമായ ഹാളാണ്. അതിവിശാലം, വളരെ മനോഹരം. ഏത് രീതിയിലുള്ള ഫംഗ്ഷനും വളരെ അനുയോജ്യമായ കൺവെൻഷൻ തന്നെയാണ്. നമുക്ക് കാണാം, ഒരുപാട് വിശാലമായ കാഴ്ചകൾ. ഞാൻ വെറുതെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയുന്ന കാര്യമല്ല ഇത്. ശരിക്കും ഞാനിത് അനുഭവിക്കുകയാണ്. വളരെ മനോഹരം, വളരെ വിശാലമായ രീതിയിൽ നല്ലൊരു പോസിറ്റീവ് എനർജി ഇവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ തന്നെ. ഞാൻ കഴിഞ്ഞ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് ഇവിടെ ഒരു ഫംഗ്ഷന് വന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഇവിടുത്തെ ഈ പോസിറ്റീവ് എനർജി. വളരെ സുന്ദരമാണെന്ന് മാത്രമല്ല, മനസ്സിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അങ്ങനെ ഒരു പോസിറ്റീവ് എനർജി ഇവിടെ ഉണ്ട്. സത്യമായിട്ടുള്ള ചേട്ടാ, ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഒരു പ്രോഗ്രാം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അന്ന് ഞാൻ മനസ്സിലാക്കിയതാണ് ഈ സാഫ് കൺവെൻഷൻ സെന്ററിനെ പറ്റി. ആളുകൾ പറയുന്നത് സത്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ വളരെ മനോഹരമാണ്. പിന്നെ ഈ പേര് പോലെ തന്നെ വളരെ പരിശുദ്ധമാണ്. സാഫ് തന്നെയാണ്, എപ്പോഴും സാഫ് തന്നെയാണ്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാനിത് അനുഭവിക്കാൻ കൂടിയാണ് കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് ഒരു പ്രോഗ്രാം വന്നത്. സത്യം ഞാൻ തന്നെ ചിലപ്പോൾ അതിശയിച്ചു. സത്യം പറഞ്ഞാൽ ആളുകൾ പറയുന്നത് 100% സത്യമാണ്. കാരണം ചില ഇവിടെ വളരെ ചുരുങ്ങിയ ചിലവിൽ നിറയല്ലേ, എന്നുവെച്ചാൽ മനസ്സ് നിറഞ്ഞ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കല്യാണം നടത്തിയാലോ അല്ലെങ്കിൽ നല്ലൊരു പ്രോഗ്രാം നടത്തിയാലോ മനസ്സ് നിറഞ്ഞ് പോകാൻ പറ്റും. അത് ഇവിടെയുള്ള ആളുകൾ മാത്രമല്ല, എനിക്കോട് അടുത്തടുത്തുള്ള ജില്ലകളിൽ നിന്ന് പോലും അല്ലേ പലരും ഇവിടെ ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട്, നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട്. അതെന്നെ ഏറ്റവും വലിയ കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഞാനും അറിഞ്ഞ സമയത്താണ് ഇവിടെ വന്നത്. 2 ആഴ്ചയ്ക്ക് ഒരു ദിവസം വന്നത്. അപ്പോൾ എനിക്ക് അത് നല്ല ഏറെ എനിക്ക് പോസിറ്റീവാണ്, നല്ലവണ്ണം ഫീൽ ചെയ്യുന്നത്. ഈ നെടുമങ്ങാട് താലൂക്കിനകത്ത് മാത്രമല്ല, തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നല്ലൊരു ഫെസിലിറ്റി ഉള്ള ഓഡിറ്റോറിയമാണ് ഇത് സാഫ് കൺവെൻഷൻ സെൻറ്റർ. ആരും ഒന്ന് കണ്ടാലും അവർക്ക് നല്ല മനസ്സിന് ഇണങ്ങുന്ന അതേ രീതിയിൽ ക്വാളിറ്റി എല്ലാവർക്കും നല്ല എൻജോയ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഈ സാഫ് കൺവെൻഷൻ സെൻറ്റർ. ആർക്ക് വന്നാലും ഒന്നും മറുപടി പറയാനില്ല. എത്ര വന്ന് കണ്ടാലും മനസ്സിൽ തൃപ്തിയാണ്. അതനുസരിച്ചുള്ള ഫെസിലിറ്റിയും എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. അതേപോലെ നല്ല ആരും വന്ന് കണ്ടാലും ഒന്നും പറയാനില്ല. അവർ ഓഡിറ്റോറിയം അങ്ങനെ നമ്മൾ പറയാതെ തന്നെ ഏത് പെണ്ണും ചെറുക്കനും വന്നാലും പരിഗണിക്കുന്നുണ്ട്. ഒന്നും പറയാനില്ല. നല്ല എൻജോയ് ചെയ്യുന്നുണ്ട്. യുവതി യുവാക്കൾക്ക് മാത്രമല്ല, എല്ലാം നമ്മുടെ എല്ലാ ഫെസിലിറ്റി, ലിഫ്റ്റ്, മറ്റുള്ള ബാൽക്കണി എല്ലാം ഇവിടെ 1500 പേര്, മുകളിൽ 700 പേര് എല്ലാം ഇരിക്കുന്ന എല്ലാ ഫെസിലിറ്റിയും കൂടിയുള്ള എല്ലാ മനസ്സിന് ഒത്തിണങ്ങിയ ഓഡിറ്റോറിയമാണ് സാഫ് കൺവെൻഷൻ സെൻറ്റർ. അതുകൊണ്ട് അഭിപ്രായം അതാണ്.
അതാണ് ശരിക്കും ഞാൻ പറഞ്ഞത്. കാരണം ഈ തൃപ്തി, പൂർണ്ണ തൃപ്തിയിലാണ് ഓരോരുത്തരും ഇവിടെ നിന്ന് മടങ്ങുന്നത്. മാത്രമല്ല അവരുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയൊക്കെ പിന്നീട് ഇങ്ങോട്ടേക്ക് അവർ തന്നെയാണ് പരിശോധിക്കുന്നത്. കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവരെ റിലേറ്റീവിൽപ്പെട്ട എല്ലാവരും ഇവിടെ തന്നെ വരുന്നുണ്ട്. ആരും ഒന്ന് കണ്ടാലും ഇത്രയും ഒരു ഇതൊന്നും അവർക്ക് തന്നെ നല്ല ഭയങ്കര അതിമനോഹരമായ ഒരു ഇത് കിട്ടുന്നുണ്ട്. അത് ഏത് കുട്ടികൾക്ക് വന്നാലും മനസ്സിനാകുന്ന ഡ്രസ്സുകളാണ്. ബ്യൂട്ടീഷ്യനായാലും എല്ലാവർക്കും വന്ന് ഒന്നും പറയാനില്ല, എല്ലാവർക്കും നല്ല മനസ്സിനാകുന്ന കൺവെൻഷൻ സെൻ്ററാണ്. അവർക്കും ഒരു അവർ കസ്റ്റമർ ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നുണ്ട്. ശരി, അവർക്ക് മനസ്സിനിണങ്ങുന്നുണ്ട്, അവരെ എല്ലാ ഫെസിലിറ്റിയും ഉള്ളതുകൊണ്ട് പിന്നെ ഒന്നും പറയാനില്ല. ഓക്കെ സാർ. ഇത്രയും വളരെ മനോഹരമാണ്. എന്നാലും വളരെ ചുരുങ്ങിയ രീതിയിലാണ് ഇവിടുത്തെ ചാർജൊക്കെ വരുന്നത്. വളരെ ചുരുങ്ങിയ രീതിയിലാണ്. അപ്പോൾ സാധാരണക്കാർക്ക് എല്ലാവർക്കും ഇവിടെ ഒരു ഫംഗ്ഷൻ നടത്താൻ വേണ്ടി കഴിയുന്ന രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ ഉടമ ശരിക്കും വളരെ ചാർജ് കുറഞ്ഞ രീതിയിലാണ് ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് എടുത്തു പറയത്തക്ക ഒരു പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ നെടുമങ്ങാട് ഈ താലൂക്ക് ഈ മേഖലയിലെ ഈ തിരുവനന്തപുരം ജില്ലയിൽ ഒരു പക്ഷേ ഈ ബോർഡറിലൊക്കെ ഈ ഭാഗത്തൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാഫ് കൺവെൻഷൻ സെൻ്ററിനെ പറ്റിയാണ്. ഇതിൻ്റെ ശരിക്കുള്ള ലൊക്കേഷൻ എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നമ്മളെ തിരുവനന്തപുരം പൊന്മുടി റോഡ്, തിരുവനന്തപുരം തെങ്കാശി മധുര റോഡ്, നെടുമങ്ങാട് ചുള്ളിമാനൂർ ടോൾ ജംഗ്ഷനിലാണ് ശരിക്കും ഈ സാഫ് കൺവെൻഷൻ സെൻ്ററിൻ്റെ ലൊക്കേഷൻ. അപ്പോൾ പലർക്കും അറിയാം ഈ സ്ഥലം, അറിഞ്ഞാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. എല്ലാവർക്കും അറിയാം, ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാം. സാഫ് എല്ലാവരും കേട്ടിട്ടുള്ള പേരാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സാഫ് ഈസ് ഈക്വൽ ടു സേഫ്, അതുകൊണ്ട് എല്ലാവർക്കും അറിയാം. ഇത് 1500 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന, ഇരുന്ന് കാഴ്ചകൾ കാണാനും ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലുള്ള വലിയ ഹാളാണ് ഈ കാണുന്നത്. ഇനിയുണ്ട്, മിനി ഹാളുണ്ട്, ഓപ്പൺ ഹാളുണ്ട് മുകളിൽ, പിന്നെ പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട്, കിച്ചണുണ്ട്, ഡൈനിങ് ഏരിയ ഉണ്ട്, ഒരുപാട് കാണാനുണ്ട്. നമുക്കെല്ലാം കാണാം. നമുക്ക് മുകളിൽ ഡൈനിങ് ഹാളിലേക്ക് ഇതുവഴി പോവാം. ഡൈനിങ് ഹാളിലേക്കുള്ള ഒരു വഴിയാണിത്. വേറെ വഴിയുണ്ട്, ഇതുവഴി പോകാൻ വഴി. നമ്മൾ സാധാരണ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ സുഖവും സന്തോഷവും, കല്യാണത്തിനായാലും ശരി മറ്റെന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് പോയാലും നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടാൻ വേണ്ടി അപ്പോൾ നമ്മൾ നോക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ചുറ്റുപാടുമുള്ള അന്തരീക്ഷം, പിന്നെ വൃത്തി, പിന്നെ നമ്മുടെ സുരക്ഷിതത്വം, ഇതെല്ലാം ഒത്തിണങ്ങിയ ഒരു കൺവെൻഷൻ സെൻ്ററാണ് സാഫ് കൺവെൻഷൻ സെൻ്റർ. കാരണം നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച്, മനസ്സിൻ്റെ ആവശ്യത്തിന്, മനുഷ്യൻ്റെ മനസ്സിൻ്റെ ആവശ്യത്തിനനുസരിച്ച് സുഖകരമായ രീതിയിൽ നമുക്ക് ഒരു പ്രോഗ്രാം കാണാനും അല്ലെങ്കിൽ ഒരു മുഹൂർത്തത്തിന് നമുക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിയും ഇവിടെ വന്നാൽ. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ മുഹൂർത്തങ്ങളും ധന്യമായി തീരുന്ന ഒരു കൺവെൻഷൻ സെൻ്ററാണ് സാഫ് കൺവെൻഷൻ സെൻ്റർ. നമ്മുടെ വലിയ ബഡ്ജറ്റൊന്നും ഇല്ലാതെ ശരിക്കും നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റിന് അനുസരിച്ച് നമുക്കും സന്തോഷമായിട്ട് കല്യാണങ്ങൾ പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള ഫങ്ഷൻസ് എല്ലാം ഇവിടെ വെച്ച് നടത്താൻ കഴിയും. ബാൽക്കണിയിലേക്കുള്ള
വിശാലമായിട്ട് ശരി. ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് ഇതിനെ ഓരോന്ന് കാണുമ്പോഴും നമ്മൾ അനുഭവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന നമുക്ക് കിട്ടുന്ന എനർജി അത് വളരെ വലുതാണ്. കല്യാണക്കാർക്ക് പ്രത്യേകം എൻജോയ് ചെയ്യുന്ന ബാൽക്കണിയാണ് പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയത്. അതെ അതെ അതെ. മറ്റൊരു ആഡിറ്റോറിയത്തിലില്ല ഇല്ലാത്ത ഫെസിലിറ്റി. അതെ അതെ, ഞാനും ശ്രദ്ധിച്ചു. ശരിയാണ്. ഇത് ഇവിടെ തന്നെ ഏകദേശം ഒരു എത്ര പേർക്ക്? ഇതിന് 350 പേരോളം ഇരിക്കും. 350. ശരി ശരി. അപ്പോൾ അത് വലിയൊരു കാര്യം തന്നെയാണ്. ഓക്കെ ഇരിക്കും. അതെ അതെ അതെ. അല്ല ആര് വന്ന് കണ്ടാലും ബാച്ചിലർക്കായാലും ഫാമിലിക്കായാലും എല്ലാവർക്കും വന്നിരിക്കും. ഇരിക്കുന്ന നല്ല എൻജോയ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. നല്ലൊരു ഏരിയ തന്നെയാണ്. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഇങ്ങനൊരു ഫെസിലിറ്റി ഇല്ലാത്ത ഒരു ഓഡിറ്റോറിയമാണ് ഇത്. സ്റ്റാഫ് കൺവെൻഷൻ സെൻറ്റർ. അത് എല്ലാവർക്കും ഒത്തിണങ്ങിയ ഒരു മനസ്സിന് ഇണങ്ങുന്ന ഓഡിറ്റോറിയമാണ് സ്റ്റാഫ് കൺവെൻഷൻ സെൻറ്റർ. അത് വന്ന് കണ്ട് എൻജോയ് ചെയ്യുമ്പോഴേ അതിൻ്റെ ഇത് അറിയാൻ പറ്റുള്ളൂ. അതാണ് പലരും പറയുന്നത്. സാഫ് അല്ലേ, സാഫ് എനിക്കറിയാം എന്നാണ് എൻ്റെ പറഞ്ഞത്. സാഫ് അതെനിക്കറിയാം, ചുള്ളിമാതിരി എനിക്കറിയാം ഇങ്ങനെ ഒരു അതാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള കുറേ പ്ലസ് പോയിന്റ്സ് ഇവിടെ ഉണ്ട്. സ്റ്റാഫ് കൺവെൻഷൻ സെൻറ്റർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇപ്പം മനസ്സിൽ തന്നെ ഒന്നും പറയാനില്ല. അതെ അതെ. കഴിഞ്ഞ തവണ ഞാൻ വരുമ്പോൾ എനിക്ക് താഴെ മാത്രമേ ഇവിടെ കയറാനുള്ള സമയം കിട്ടിയില്ല, ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഇങ്ങനെ എല്ലാവരും പറയുന്നത് കേട്ടു. ശരിക്കും അതാണ് ശരിക്കും ഇങ്ങനെ സാഫ് എന്ന ഒരു സാധാരണ നമ്മൾ ഒരു കല്യാണത്തിന് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിന് വരുമ്പോൾ ഒരു ഫംഗ്ഷന് വരുമ്പോൾ നമ്മൾ പൊതുവേ നമ്മുടെയൊക്കെ ജീവിതം നല്ല തിരക്കുള്ളതാണ്. അപ്പോൾ ഈ തിരക്കുള്ള സമയത്ത് നമ്മൾ ഈ വരുന്ന സമയത്ത് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നമ്മളൊരു കല്യാണത്തിന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മുടെ മനസ്സിൽ കുറേ ടെൻഷനൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവിടെ വരുമ്പോൾ അതില്ല, ശരിക്കും ടെൻഷൻ ഉണ്ടാകുന്നില്ല. എന്താണെന്ന് അറിയാച്ചാൽ ഈ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച അല്ലെങ്കിൽ ഇപ്പോൾ കല്യാണമാകട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രോഗ്രാം ആവട്ടെ എന്ത് കണ്ടാലും നമ്മൾ ശരിക്കും അത് ആസ്വദിക്കാൻ നമ്മുടെ മനസ്സിന് അത് ശരിയായ രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാനിത് താഴ്ഭാഗത്താണ് കഴിഞ്ഞ തവണ വന്നപ്പോൾ കണ്ടത്. പക്ഷെ ഇന്ന് ഇങ്ങോട്ട് കയറിയത് ഇപ്പോഴാണ്. പക്ഷെ ഇപ്പോഴാണ് കയറാൻ സമയം കിട്ടിയത്. അപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒരു എന്താ പറയുക ഒരു അനുഭവം അത് പറയുമ്പോൾ അത്രയ്ക്ക് വരുന്നില്ല. ശരിക്കും അനുഭവിച്ച് തന്നെ അറിയണം. ഒരു എൻജോയ്മെന്റ് തീർച്ചയായും. ലിഫ്റ്റ് സൗകര്യം ഉണ്ട്. വളരെ പ്രായമായവർക്കും മറ്റുള്ളവർക്കൊക്കെ വലിയൊരു സഹായമാണ്. ലിഫ്റ്റ് സൗകര്യമുണ്ട്. ഇവിടെ ഒരു എമർജൻസി ഡോർ ഉണ്ട് ബാൽക്കണിലേക്ക്. മെയിൻ ഹാളിലോട്ട് പ്രവേശിക്കാൻ പറ്റും. ഒരു വഴിയോടെ ഉണ്ട്. മെയിൻ വഴി അപ്പുറത്തിലാണ്, വേറെ വഴിയുണ്ട്. ഡൈനിങ് ഹാളിലേക്കുള്ള ഒരു വഴിയാണിത്. വേറെ വഴി അപ്പുറത്തോടുണ്ട്. ശരിക്കും ഇത് ബാൽക്കണിയിൽ നിന്ന് ഉള്ള വഴിയാണ്. ബാൽക്കണിയിൽ നിന്ന് നമുക്ക് ഡൈനിങ് ഹാളിൽ എളുപ്പത്തിൽ പോകാനുള്ള വഴിയാണ്. വേറെ വഴി പേർക്ക് ഒരു സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന രീതിയിലുള്ള വിശാലമായ ഡൈനിങ് ഹാളാണ് ഈ കാണുന്നത്. കാണാം, നമുക്ക് അകത്തോട്ട് കാണാം. 750 പേർക്ക് ഒരേ സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന രീതിയിലുള്ള മനോഹരവും വിശാലവുമായ
ഡൈനിങ് ഹാളാണ്. $750 പേർക്ക് ഭംഗിയായിട്ട് ചില വിശാലമായിരുന്നു ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഡൈനിങ് ഹാളാണ്. ഈ ഡൈനിങ് ഹാളിൻ്റെ പ്രത്യേകത വെച്ചാൽ നമുക്ക് പുറത്തുള്ള വ്യൂ ഉണ്ടല്ലോ, പുറത്തുള്ള വ്യൂ അത് ശരിക്കും ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാൻ. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെ തന്നെ വേണമല്ലോ, ആസ്വദിച്ച് തന്നെ ഭക്ഷണം കഴിക്കണം. അപ്പോൾ ശരിക്കും അതിന് പറ്റിയൊരു അന്തരീക്ഷം, ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നൊരു അന്തരീക്ഷമാണ് ഈ സാഫ് കൺവെൻഷൻ സെൻ്ററിലെ ഡൈനിങ് ഹാളിലുള്ളത്. 750 പേർക്ക് ഒരുമിച്ചിരുന്ന് ഒരേ സമയം ഭക്ഷണം കഴിക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ മനോഹരമായ ഡൈനിങ് ഏരിയ കണ്ടു കഴിഞ്ഞു, അതിൻ്റെ വ്യൂവും കണ്ടു കഴിഞ്ഞു, അതിൻ്റെ പുറത്തെ വ്യൂവും കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ വർക്ക് ശരിക്കും 2 കല്യാണം എല്ലാ സൗകര്യങ്ങളും ഉത്തമം. 2 കല്യാണം ഒരുമിച്ച് ഒരേ സമയം നമുക്കിത് ചെയ്യാൻ പറ്റും. എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. വളരെ മനോഹരമായ വർക്ക് ഏരിയ, ഒരേ സമയം കല്യാണവും വൈകുന്നേരം റിസപ്ഷൻ നടത്താനുള്ള സജ്ജീകരണമാണ്. കാര്യം കല്യാണക്കാർക്കും ബുദ്ധിമുട്ടില്ല, ടീ പാർട്ടി നടത്തുന്നവർക്കും ഇതിനും ആ 2 പേർക്കും നടത്തുന്ന ഒരേ എല്ലാ പാത്രങ്ങളും ഉള്ള സൗകര്യം കൂടിയുള്ള ഫെസിലിറ്റിയുള്ള കിച്ചനാണ്. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അവർക്കൊരു അസൗകര്യം വരുന്നവർക്കൊക്കെ എല്ലാവർക്കും നല്ല എൻജോയ് ചെയ്യാം. തീർച്ചയായും വരുന്നവർക്ക് പാചകത്തിനും ഡൈനിങ് ഏരിയയിലും എല്ലാത്തിനും മനസ്സിന് ഒത്തിണങ്ങിയ സ്ഥലമാണ്. അങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതെ, തീർച്ചയായും. ഏത് രീതിയിലുള്ള പാചകവും അതാണ് ഏറ്റവും പ്രധാനം അല്ലേ? ഏത് രീതിയിലുള്ള ഫുഡ് ഈവൻ മാനേജ്മെന്റുകാർക്ക് ഏത് രീതിയിലും ഫുഡ് കൗണ്ടറോട് കൂടി ചെയ്യുന്ന എല്ലാ ഫെസിലിറ്റിയോട് ചെയ്തിട്ടാണ്. ഒരുപാട് സ്പേസ് ഉണ്ട്. ഗ്യാസും വിറക് രണ്ടും ഉപയോഗിക്കാം. ഗ്യാസ് ഉപയോഗിക്കാം, വിറക് ഉപയോഗിക്കാം. അതൊക്കെ നല്ല ഫെസിലിറ്റിയോടെ എല്ലാ സജ്ജീകരണവും ചെയ്തിട്ടുണ്ട്. അതെ, നല്ലൊരു കാര്യം തന്നെയാണത്. വിശാലവുമാണ്, ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ, ഒരുപാട് സ്പേസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പാചകം ചെയ്യുന്നവർക്കും എല്ലാവർക്കും അവർക്കൊരു നല്ല എനർജിയിൽ നിന്ന് ചെയ്യാൻ പറ്റും. അതൊക്കെ വലിയ കാര്യമാണ്. ഏത് സമയത്ത് തന്നെ അന്തരീക്ഷത്തിൽ തണുത്ത കാറ്റാണ് കിട്ടുന്നത്. ഏത് സമയത്ത് അതാണ് ഒരുത്തി കൂടെ മനസ്സിലിണങ്ങിയത് പാചകക്കാർ. അതെ, അവർക്കും റിലാക്സ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ശരിക്കും ബിരിയാണിയും സദ്യയും നല്ല എൻജോയ് ചെയ്യുന്നുണ്ട്. അതെ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഓരോ സാധനത്തിനും പുറത്തു വേണ്ട കാര്യമില്ല, എല്ലാം ഇവിടെ തന്നെ. നമ്മൾ സാധാരണ ഈ കല്യാണമൊക്കെ നടത്തുമ്പോൾ ചില കാര്യങ്ങളൊക്കെ വിട്ടുപോകും തിരക്കിനിടയിലെ. ചില കാര്യങ്ങളൊക്കെ ചെറിയ കാര്യങ്ങൾ, ഇപ്പൊ തവിയായാലും അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ, ചെറിയ കുട്ടയോ അല്ലെങ്കിൽ വട്ടിയോ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങൾ ചിലപ്പോൾ നമ്മൾ മറന്നു പോകും. പക്ഷെ ഇതൊന്നും ആവശ്യമില്ല, എല്ലാം ഒന്നിനും പുറത്തു വേണ്ടിയില്ല, എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. എല്ലാം ഇവിടുത്തെ സ്റ്റോറിലുണ്ട്, നമുക്കെടുത്ത് ഉപയോഗിക്കാൻ പറ്റും. എല്ലാം വരുന്ന കസ്റ്റമറിന് എല്ലാവർക്കും ഇത് ഒരു എൻട്രൻസ് ആണ് ഇതിന്റെ. ശരിക്കും പറഞ്ഞാൽ ഈ കല്യാണങ്ങൾ മറ്റേ ഫംഗ്ഷനൊക്കെ നടക്കുമ്പോൾ സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി വണ്ടി അവിടെ ഇട്ടിട്ട് ഒന്നും ചുമക്കേണ്ട കാര്യമല്ല, വണ്ടി നേരെ ഇങ്ങ് പോരും. വണ്ടി ശരിക്കും പറഞ്ഞാൽ എല്ലാ വാഹനങ്ങളിലും കയറിപ്പോയി നമുക്ക് ഒരു ടെൻഷനും വേണ്ട, കാരണം നേരെ ഇങ്ങ് പോകല്ലേ, എല്ലാ സാധനങ്ങളും ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റും. കല്യാണത്തിനൊക്കെ കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ ശരിക്കും നമ്മളെ ഈ പാചകത്തിന് മറ്റു കാര്യത്തിനെ കൊണ്ടുവരുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് ഇതുവഴി നേരെ വണ്ടി ഇങ്ങനകത്ത് കയറും. അപ്പോൾ അതുകൊണ്ട് അതും ഒരു സൗകര്യമാണ്. അപ്പോൾ മെയിൻ റോഡ് ചേർന്ന് തന്നെ അങ്ങനെ ഒരു എൻട്രൻസ് കൂടെ ഇവിടെ ഉണ്ട്. നമ്മൾ അപ്പുറത്ത് സ്റ്റോർ റൂം കണ്ടു കഴിഞ്ഞു. ഇതൊരു എക്സ്ട്രാ സ്റ്റോർ റൂമാണ്. ചേട്ടൻ നേരത്തെ പറഞ്ഞത് 2 കല്യാണമല്ല, കൂടുതൽ കല്യാണം നടത്താൻ സൗകര്യമുണ്ട്.
എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. അതനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും set ചെയ്തിട്ടുള്ളത്. അതെ. ഇവിടെ ഈ മിനി ഹാളില് 200 പേർക്ക് ഒരേ സമയം ഇരിക്കാം. പിന്നെ അപ്പുറത്ത് നമ്മൾ കണ്ട ഡൈനിങ് റൂമില് മിനി ഹാളിനോട് ചേർന്ന ഡൈനിങ് റൂമില് 100 പേർക്ക് അന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയും. കണ്ടോ, ഇത് തിരുവനന്തപുരം തെങ്കാശി മധുരൈ പാതയാണ്. തിരുവനന്തപുരം പൊന്മുടി പാതയാണ്. അതിൻ്റെ വ്യൂ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം തെങ്കാശി മധുരൈ, അതുപോലെ തിരുവനന്തപുരം പൊന്മുടി പാത മെയിൻ റോഡാണിത്. സാധാരണ ഒരു മീഡിയം ലെവലിലുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഈ മിനി ഹാള് നമുക്ക് ഉപയോഗപ്പെടുത്താം. 200 പേർക്ക് ഇരിക്കാം, പിന്നെ 100 പേർക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. വിശാലമാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മുടെ അത്യാവശ്യങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ഒരുവിധം മീഡിയം ലെവലിലുള്ള ആവശ്യത്തിന് ഇത് മതിയാവും. 200 പേർക്ക് അതൊരു നല്ല വ്യൂ ആണ്. അപ്പുറത്ത് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. മിനി ഹാളിലേക്കുള്ള വഴിയാണിത്. ശരിക്കും പുറത്ത് നിന്ന് മിനി ഹാളിലേക്ക് വരാനുള്ള വഴിയാണ് ഇതാണ് ശരിക്കും ഈ തിരുവനന്തപുരത്ത് നിന്ന് തെങ്കാശി മധുരയ്ക്കുള്ള റോഡ്. ഇതാണ് തിരുവനന്തപുരം തെങ്കാശി മധുര പോകുന്ന റോഡാണിത്. ഇങ്ങോട്ടാണ് തെങ്കാശി മധുരയൊക്കെ പോകുന്നത്. അതുപോലെ പൊന്മുടി. ഇത് നമ്മൾ തിരുവനന്തപുരത്തേക്കുള്ള റോഡാണ്. മെയിൻ റോഡ്. ലോക വിദേശ വിനോദസഞ്ചാരികളൊക്കെ സഞ്ചരിക്കുന്ന റോഡാണിത്. മെയിൻ എൻട്രൻസിൽ നിന്ന് മിനി ഹാളിലേക്കുള്ള വഴിയാണിത്. ശരിക്കും നല്ല ഡിസൈനാണ് കേട്ടോ അത്. കാരണം വെച്ചാൽ നമ്മൾ അകത്ത് കയറാതെ അകത്ത് ഹാളിൽ പോകാതെ തന്നെ നമുക്ക് ഈ മിനി ഹാളിലേക്ക് നേരിട്ട് പോകാൻ കഴിയും. വീഡിയോസിനും ഫോട്ടോയ്ക്കും വരുന്നവർക്ക് എല്ലാം ഒരു നല്ലൊരു സൗകര്യത്തോടുള്ള ഇതാണ്. എന്താ പറയാ ഇത് ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഏത് കല്യാണ ടൈമിലും പെണ്ണിൽ തന്നെ ആദ്യം കൊണ്ട് വരുന്നത് ഇത് ഇവിടെയാണ് ഫോട്ടോസ് എടുക്കുന്നത്. കാര്യം പാവപ്പെട്ട വരുന്ന വെള്ളച്ചാട്ടവും അതിൻ്റെ സിറ്റി ലേക്ക് എല്ലാം കൂടെ ആകുമ്പോൾ നല്ലൊരു കൗതുകമാണ്. ഒരു കൗതുകം തന്നെ അതുകൊണ്ട് തന്നെയാണ്. കാര്യം ഈ നെടുമങ്ങാട് ഇല്ലാത്തൊരു സ്ഥിതിക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കൺവേർഷൻ സെൻറ്റർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഹാളിലേക്കും പിന്നെ അതുപോലെ തന്നെ ഡൈനിങ്ങിലേക്കും എല്ലായിടത്തേക്കുള്ള മെയിൻ വഴിയാണ് ഈ കാണുന്നത്. മാർച്ച് മാസത്തിൽ നല്ല പ്രോഗ്രാം. നമുക്ക് ഇപ്പോൾ ആൾറെഡി 28-ാം തീയതി വരെ മാരേജ് ഉണ്ട്. നമുക്ക് ഓഡിറ്റോറിയം കൺവെൻഷൻ സെൻറ്റർ ആയതിനു ശേഷം ബുക്കിംഗ് വന്ന് തുടങ്ങി അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ബുക്കിംഗ് വന്നുകൊണ്ടിരിക്കുന്നു. ദൂര സ്ഥലങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന്. അപ്പോൾ ഇതിൻ്റെ ഫെസിലിറ്റി കണ്ടിട്ട് ആൾക്കാർ ഇവിടെ തന്നെ വരുന്നുണ്ട്. ഇവിടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഇത്രയൊരു വലിയൊരു ഓഡിറ്റോറിയം ഇല്ല. ഈ ഫെസിലിറ്റി എല്ലാം കൊണ്ടും നല്ലൊരു ഫെസിലിറ്റിയാണ് ആ സാഫ് കൺവെൻഷൻ സെൻറ്റർ. തീർച്ചയായിട്ടും പേര് പോലെ തന്നെയാണ്. പരിശുദ്ധമാണ്. എല്ലാം സാഫ്.
മാത്രം ഇത് നമ്മൾ ഈ പോണ ഈ ഏരിയ ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ പൊന്മുടി പോകുന്ന പാത, പിന്നെ തിരുവനന്തപുരം തെങ്കാശി മധുര പാത, മെയിൻ പാത. അപ്പൊ വിനോദസഞ്ചാരികളൊക്കെ കടന്നു പോകുന്ന റോഡാണ്. വന്ന് ഇറങ്ങുന്ന ബസ് സൗകര്യത്തോടു കൂടി സ്റ്റോപ്പോടുകൂടി വന്ന് ഇറങ്ങുന്ന ചുള്ളിമാറ്റോട് ജംഗ്ഷനിലുള്ള ഈ ഏക സ്ഥാപനം സാഫ് കൺവെൻഷനിലാണ്. തീർച്ചയായിട്ടും അതെ, അത് തന്നെയാണ് എല്ലാവർക്കും പറയാനുള്ളത്. ഇത് തന്നെയാണ്. അതെ ചെറുതന്നെ കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ് ഈ ഇവിടെ ഒരു പ്രോഗ്രാം വന്നിരുന്നു. അങ്ങനെയാണ് ഈ സാഫിലെ നമ്മുടെ കൺവെൻഷനിൽ പ്രോഗ്രാം വന്നിരുന്നു. അപ്പൊ ശരിക്കും എനിക്ക് മനസ്സിലായ കുറെ കാര്യങ്ങൾ ഇന്ന് എനിക്ക് മുഴുവൻ കാണാൻ കഴിയും. മുഴുവൻ കാര്യങ്ങൾ എനിക്ക് കണ്ടോണ്ടിരിക്കുന്നേ ഉള്ളൂ. പാർക്കിംഗ് കാണാൻ പോകുന്നുള്ളൂ. ശരിക്കും ഒരു നല്ലൊരു പോസിറ്റീവ് എനർജി ഇവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നു. അത് എടുത്തു പറയാൻ പ്രത്യേകത. കാരണം നമ്മൾ വരുന്ന സമയത്ത് വന്ന സമയത്ത് നോക്കുമ്പോൾ നമ്മളിങ്ങനെ കയറി സംസാരിക്കുകയും നടക്കുകയും ചെയ്യുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു എനർജി നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് പൊതുവെ എല്ലാവർക്കും അങ്ങനെ അനുഭവപ്പെടുന്നുണ്ട്. കാരണം അത് തന്നെ നമുക്കൊരു ഊർജ്ജം അല്ലേ ശരിക്കും വരുന്ന കസ്റ്റമറിന് നമ്മുടെ മണ്ഡപം ബുക്ക് ചെയ്യുന്നവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതെ, ലിഫ്റ്റിൻ്റെ സംവിധാനം തന്നെ, അതേപോലെ തന്നെ ഇപ്പോൾ പാർക്കിംഗ് സംവിധാനം, അതിൻ്റെ അടുത്ത പ്രോപ്പർട്ടിയിലും പാർക്ക് ചെയ്യാനുള്ള സംവിധാനമാണ്. ശരി, പാർക്കിങ്ങിൻ്റെ പണി പൂർത്തിയായി എല്ലാ ഇതും ചെയ്തു. ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുകയാണ് നമ്മുടെ പ്രത്യേകത. തീർച്ചയായും. അപ്പോൾ ഈ തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ ഇതുപോലൊരു സ്ഥാപനം കാണില്ല. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. വളരെ വളരെ ഇതിന് നല്ല അറ്റാച്ച്മെൻറ്റ് ചെയ്താണ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഫൗണ്ടൻ്റേതാവട്ടെ മറ്റു കാര്യങ്ങളാവട്ടെ എല്ലാം വരുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത രീതിയിൽ കിച്ചണിലെ മാക്കിങ്, പാത്രങ്ങളുടെ മാക്കിങ് ആയാലും എല്ലാ സംവിധാനങ്ങളും നല്ല രീതിയിൽ ചെയ്തു ചെയ്യും. അതെ, ഞാൻ കണ്ടുകഴിഞ്ഞു. ശരിയാണ്, അതൊക്കെ കണ്ടുകഴിഞ്ഞു. വരുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അവരുടെ സന്തോഷമാണല്ലോ നമ്മുടെ നിലവിൽ. തീർച്ചയായിട്ടും. അപ്പം അതിനു വേണ്ടിയാണ് ഇത് സജ്ജീകരിച്ചിരിക്കുന്നത്. അതെ, ഇത്രയും മുസ്ലിങ്ങൾ വന്നാൽ പ്രയർ ഹാളുണ്ട്, ഉള്ള അത്യാധുനിക സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. അതെ, അപ്പം എല്ലാവരും നമ്മൾ ആത്മമായി ഇങ്ങോട്ട് സ്വാഗതവും ചെയ്യുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നല്ല ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വന്നാൽ നമ്മൾ അതിൻ്റെതായ രീതിയിൽ എല്ലാം കൈകാര്യം ചെയ്തു കൊടുക്കും. അതെ, അത് മാത്രമല്ല ചേട്ടാ, ഞങ്ങളെ അറിഞ്ഞ വേറെ കാര്യം വെച്ചാൽ ഇപ്പോൾ ഇവിടെ വരുന്ന ഒരു ആള് ശരിക്കും ഒരു കല്യാണം നടത്താൻ വരുന്ന ആളായാലും അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം നടത്തുന്ന ഇവന്റ് നടത്തുന്ന ആള് ശരിക്കും അവർ നിറഞ്ഞ മനസ്സോടെയാണ് തിരിച്ചു പോകുന്നത്. അതിലൂടെ അവരുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ ഇത് പറയുന്നുണ്ട്. അപ്പൊ കൊച്ചുകുട്ടികൾ പോലും പറയുന്ന ഒരു വാക്കായി മാറി സാഫ്. ചെറിയ സാഫ് എന്ന് പറയുമ്പോൾ തന്നെ അത് സാഫ് ചുള്ളിമനോ. അപ്പൊ അവരുടെ ഒരു മനസ്സിൽ, കുട്ടികളുടെ മനസ്സിൽ പോലും, ഇപ്പൊ യുവാക്കളുടെ മനസ്സിൽ മാത്രമല്ല രക്ഷകർത്താക്കളുടെ മനസ്സിൽ പോലും ഈ പേര് പതിഞ്ഞു കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടം സാഫ്. സാഫ് മതി, ഫസ്റ്റ് ചോയ്സ് സാഫ് ആയി കഴിഞ്ഞു. അപ്പൊ ഞങ്ങൾ തന്നെ ഇപ്പൊ ചിലരെ ചോദിക്കുമ്പോൾ ചിലർ പറയുന്നത് സാഫ് ഈസ് സേഫ്, സാഫ് ഈസ് ഈക്വൽ ടു സേഫ് അല്ലേ? ശരിക്കും സുരക്ഷിതം. കാരണം ഇവിടെ വരുന്ന ഒരാള് മനസ്സിന് തൃപ്തിയോട് 100% തൃപ്തിയോട് തന്നെയാണ് മടങ്ങുന്നത്. അതാണ് ഇവിടുത്തെ മാനേജ്മെന്റിന്റെ ഒരു താല്പര്യം. അതെ, പൂർണ്ണ തൃപ്തിയോടുകൂടി തന്നെ അവർ മടങ്ങണം. അതിനുവേണ്ടി എല്ലാ സൗകര്യങ്ങളും ഒരുക്കുവാൻ വേണ്ടി എല്ലാ സ്റ്റാഫുകളെടുത്തും അത് പറഞ്ഞ് സജ്ജമാക്കിയിട്ടുണ്ട്. അതെ, അവർക്കൊരു ബുദ്ധിമുട്ട് വരുവാൻ പാടില്ല. കാരണം എന്ന് പറഞ്ഞാൽ പാർക്കിങ്ങിൻ്റെ ഇതിലായാലും അയൽവാസികൾക്കായാലും ഈ വരുന്നവർക്കായാലും യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാവാതെ ഇതിനെ മാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി ഇവിടുത്തെ സ്റ്റാഫുകൾക്കെല്ലാം ശരിയായിട്ട് ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും. എല്ലാം ഈ വേസ്റ്റ് നിർമ്മാർജ്ജന പ്ലാന്റ് അത് എല്ലാം സംവിധാനങ്ങളും ഒരുക്കി. ശരി, നല്ലൊരു ഏകീകരണം. അതെ അത് തന്നെയാണ് നമ്മുടെ ഈ വിജയത്തിന്റെ അടിസ്ഥാനം. അതെ അതെ, അത് തന്നെയാണ്. എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ധന്യമുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു കൺവെൻഷൻ സെന്ററാണ് സാഫ് കൺവെൻഷൻ സെന്റർ. അതെ, എനിക്കും പല സമയങ്ങളിൽ ഇവിടെ നിന്ന് പലർക്കും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ പൂർണ്ണമായി കാണുന്നത് ഇപ്പോഴാണ്. ശരിക്കും ഞാൻ ചില സമയത്ത് അതിശയിച്ചു പോയി. കാരണം എല്ലാ അത്യാധുനിക സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഏത് രീതിയിലുള്ള മനസ്സുള്ള ആളുകളും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ നല്ല രീതിയിൽ തയ്യാറാക്കിയിട്ടുണ്ട്. അതാണ് നമ്മുടെ ആളായാലും. അതെ 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 അതെ, നമ്മുടെ ഒരു ലക്ഷ്യവും അതാണ്. ജനങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ നടക്കുമ്പോഴാണല്ലോ ഒരു സ്ഥാപനത്തിന്റെ വിജയം വരുന്നത്. 100%. നമ്മൾ അവരെ ഒരു ബുക്കിംഗ് ചെയ്താൽ അവർക്ക് അതിൻ്റെതായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ഒരു പരാതിയില്ലാത്ത രീതിയിൽ അതിനെ തർക്കുകയും ചെയ്യുകയും ചെയ്യും. അതെ, ആണ് നമ്മൾ എല്ലാവരുടെ പറഞ്ഞിട്ടുള്ളതും അതാണ് എപ്പോഴും. അതെ.
അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. നല്ല ഇടപെടലുള്ള സ്റ്റാഫുകൾ, അതെ. അത് വളരെ ഒരു മുതൽക്കൂട്ടാണ്. അതെ, അതെ. ശരിക്കും നല്ല സ്റ്റാഫ് എന്ന് വെച്ചാൽ നല്ല ഇടപെടലാണ്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ. അത് കഴിഞ്ഞ 10-16 കൊല്ലം കൊണ്ട് ഇവിടുത്തെ സ്റ്റാഫുകളാണ്. പുതിയതായിട്ട് 2-3 പേര് മാത്രമേ ഉള്ളൂ. അതെ. ബാക്കിയുള്ള പഴയ സ്റ്റാഫുകളാണ്. അതെ, എല്ലാവരും ഒത്തൊരുമയോട് പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത്. ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നുന്നു, വളരെ സന്തോഷം. കാരണം പല തവണ ഇവിടെ ഈ പ്രോഗ്രാമിനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇന്നാണ് കൂടുതൽ അടുത്തറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അത് ഞങ്ങൾക്ക് വലിയൊരു സന്തോഷമാണ്. ഞങ്ങൾക്ക് കുറച്ച് എനർജി കിട്ടി. ഇനി ഞങ്ങൾക്ക് പാർക്കിംഗ് ഗ്രൗണ്ട് കാണാനുണ്ട്. അതെ, അപ്പോൾ അത് കാണാം. പാർക്കിംഗ് ഗ്രൗണ്ട് വിശാലമാണ്, അന്ന് കാണാം. 20-ാം തീയതി കല്യാണം ഉണ്ട്. അതിന് പറഞ്ഞു 20-ാം തീയതി ഇവിടെ MD-യുടെ മകളുടെ ശരി കല്യാണം ഇവിടെ വെച്ചാണ്. ശരി വരണം. അപ്പോൾ നമ്മൾ അടുത്ത് പോണത് പാർക്കിംഗ് ഏരിയയിലേക്കാണ്. ഫ്രണ്ടിൽ പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഇവിടെ 100ഓളം വാഹനങ്ങൾക്ക് ഒരുമിച്ച് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പിന്നെ 10ഓളം ബസ്സുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. നമുക്ക് ആ വിശാലമായിട്ട് കാണാം. വിശാലമാണ് കേട്ടോ, പാർക്കിംഗ് ഏരിയ വിശാലമാണ്. ഈ പാർക്കിംഗ് ഏരിയയിൽ പോലും നല്ല വ്യൂ ആണ്, നല്ല വ്യൂ കിട്ടുന്നുണ്ട് ഇവിടെ. ഈ പാർക്കിംഗ് ഏരിയയുടെ ഡിസൈൻ തന്നെ വളരെ മനോഹരമാണ്. പല രീതിക്കുണ്ട് കേട്ടോ, ഇങ്ങനെ വരുന്നുണ്ട്. എന്ത് രസമാണിത്, ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇഷ്ടപ്പെടുന്ന രീതി തന്നെ നല്ല വൃത്തിയായിട്ട് നല്ല രീതിയിൽ ചെയിൻ ലിങ്ക് ചെയ്ത് കണ്ടോ, ഈ സൈഡ് മുഴുവനും ചെയിൻ ലിങ്ക് ചെയ്ത് നല്ല വേലി, നല്ല സുരക്ഷിതമായ രീതിയിൽ പാർക്കിംഗ് ഏരിയക്ക് 100-100 മാർക്കാണ് കേട്ടോ. സത്യം, 100-100 മാർക്ക് കൊടുക്കാം. അത്ര നല്ല ക്ലിയർ ആയി ചെയ്തിട്ടുണ്ട്. കുറച്ച് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, കുറച്ച് പണികളൊക്കെ നടക്കുന്നുണ്ട്. കണ്ടോ, ശരിക്കും വളരെ മനോഹരമായ വ്യൂ ആണ്. നല്ലൊരു വ്യൂ പോയിന്റ് ആണിത്. നല്ല കാറ്റും, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നല്ലൊരു പോസിറ്റീവ് എനർജി ഇവിടെ ഉണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 100 വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അതിവിശാലമായ പാർക്കിംഗ് ഗ്രൗണ്ട്, കൂടാതെ 10 ബസ്സുകൾക്ക് സുരക്ഷിതമായ രീതിയിൽ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഗ്രൗണ്ട്. ശരിക്കും വളരെ 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 വിശാലമാണ്. അതുകൊണ്ട് പാർക്കിംഗ് ഏരിയയ്ക്ക് 100-100 മാർക്കാണ്. ഇത് മൊത്തത്തിൽ 1.25 ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന കൺവെൻഷൻ സെൻ്ററാണ്. ഇനിയുണ്ട്, അപ്പുറത്തോട്ടുണ്ട്, അവിടെ പാർക്കിംഗ് സൗകര്യമുണ്ട്. ആ കാണുന്നതും പാർക്കിംഗ് ഏരിയ ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പാർക്കിംഗ് ഏരിയ സൂപ്പറാണ്. നമ്മൾ കണ്ടത് സൂപ്പറാണ്, കണ്ടുകൊണ്ടിരിക്കുന്നത് സൂപ്പറാണ്. എല്ലാം നമ്മളെ കൺവെൻഷൻ സെൻ്ററിനകം കണ്ടു, ഹാള് കണ്ടു, മിനി ഹാള് കണ്ടു, എല്ലാം ഡൈനിങ് ഏരിയ കണ്ടു, കിച്ചൺ കണ്ടു, എല്ലാം തന്നെ വളരെ 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 മനോഹരമാണ്. അത് മാത്രമല്ല അതിവിശാലമാണ്. നമ്മളെ വാഹനങ്ങൾക്ക് കൂടെ സുരക്ഷ കൊടുക്കാൻ വേണ്ടി കണ്ടോ ചെയിൻ ലിങ്ക് ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ വെച്ചിട്ടുണ്ട്. സാധാരണ ഒരു കല്യാണത്തിന് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിന് വരുമ്പോൾ, ഒരു ഫംഗ്ഷന് വരുമ്പോൾ സാധാരണ നമ്മൾ സ്വന്തം വാഹനത്തിലായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു ടെൻഷനായിരിക്കും, വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കാണുമോ, നമ്മൾ പോകുന്നിടത്തെ വാഹനം പാർക്ക് ചെയ്യാൻ കഴിയുമോ, സുരക്ഷിതമായ രീതിയിൽ വാഹനം പാർക്ക് ചെയ്യാൻ കഴിയുമോ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വാഹനത്തിൻ്റെ സുരക്ഷ, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ടെൻഷൻ കാണും. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ശരി, അല്ലെങ്കിൽ കല്യാണത്തിന് പങ്കെടുക്കുമ്പോഴാണ് ശരി, നമ്മൾ പാർക്ക് ചെയ്ത് ശരിയായ രീതിയിലായിരിക്കുമോ, മറ്റു വാഹനങ്ങൾക്ക് തടസ്സമില്ലാതെ പോകാൻ കഴിയുമോ, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ടെൻഷൻ നമുക്ക് കാണും. അപ്പോൾ പക്ഷേ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. കാരണം വെച്ചാൽ നല്ല വിശാലമായ രീതിയിൽ തന്നെ പാർക്കിംഗ് സൗകര്യം അത് എടുത്തു പറയത്തക്ക പ്രത്യേകതയാണ്. കാരണം നമുക്ക് യാതൊരു ടെൻഷനും ഇല്ലാതെ തന്നെ കല്യാണത്തിന് വന്നാലും മറ്റ് പ്രോഗ്രാമിന് വന്നാലും നമ്മുടെ വാഹനങ്ങൾ സുരക്ഷിതമായ രീതിയിൽ ഒരു രീതി എല്ലാം നല്ല രീതി തന്നെ, നല്ല സുരക്ഷിതമായ രീതിയിൽ തന്നെ നമുക്ക് പാർക്ക് ചെയ്തിട്ട്
നമ്മൾ പ്രോഗ്രാം കഴിഞ്ഞ് മനസ്സമാധാനത്തോട് വന്ന് പതുക്കെ വന്ന് വാഹനം എടുത്തുകൊണ്ട് തിരികെ പോകാൻ കഴിയും. അതൊരു നിറവ് തന്നെയാണ്. അപ്പോൾ നമ്മൾ കണ്ട കാഴ്ചകളൊക്കെ മനോഹരമാണ്. അകത്തെ ഓപ്പൺ ഹാള് കണ്ടു, ഡൈനിങ് ഹാള് കണ്ടു, കിച്ചൺ കണ്ടു, പിന്നെ മിനി ഹാള് കണ്ടു. അവിടുത്തെ മറ്റ് സജ്ജീകരണങ്ങളെല്ലാം AC, മറ്റേ ലിഫ്റ്റ്, മറ്റ് സൗകര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു. ഇനി നമുക്ക് കുറച്ചുകൂടെ കാണാനുണ്ട്. ഇവിടുത്തെ എടുത്തു പറയത്തക്ക മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ മെയിൻ എൻട്രൻസിലൂടെ വാഹനങ്ങളും ആളുകളൊക്കെ ഇങ്ങനെ കടന്നു വരുമ്പോൾ ഈ എൻട്രൻസിലൂടെ നമുക്ക് വാഹനങ്ങൾ കയറ്റി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം. ശരിക്കും പറഞ്ഞാൽ ആ മെയിൻ എൻട്രൻസിന് യാതൊരു തടസ്സവും വരുന്നില്ല. അവിടെ നടക്കുന്ന കാര്യമൊക്കെ ഭംഗിയായിട്ട് നടക്കും. അപ്പോൾ നമുക്ക് ഇവിടെ വാഹനങ്ങൾ കയറ്റി വിടാനുള്ള സൗകര്യങ്ങൾ എപ്പുറത്തുണ്ട്. ഈ റോഡ് കൂടെ ആയതുകൊണ്ട് ഇത് മെയിൻ റോഡാണ്, ഇങ്ങനെ ആയതുകൊണ്ട് കുറച്ചുകൂടെ സൗകര്യമുണ്ട്. അത് കുറച്ചുകൂടെ സൗകര്യമാണ്, എല്ലാവർക്കും ഉള്ള സൗകര്യമാണ്. ആഘോഷങ്ങളെല്ലാം അവിസ്മരണീയമാക്കാൻ, മുഹൂർത്തങ്ങളെല്ലാം ധന്യമാക്കാൻ, നമ്മളെ മനസ്സിനിണങ്ങിയ രീതിയിൽ, നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന രീതിയിൽ ഇത്രയും സൗകര്യങ്ങളുണ്ടായിട്ടും ഒരുപാട് ചാർജുകളൊന്നും വാങ്ങാതെ സാധാരണക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ എല്ലാവർക്കും മനസ്സിൽ സൂക്ഷിക്കാനുള്ള ഒരു കൺവെൻഷൻ സെൻ്ററാണ് സാഫ് കൺവെൻഷൻ സെൻറ്റർ, ടോൾ ജംഗ്ഷൻ, ചുള്ളിമാനൂർ. നമ്മൾ ഈ കണ്ട കാഴ്ചകളൊക്കെ മനസ്സിന് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നുണ്ട്. ഞാൻ പലതവണ ഇവിടെ കല്യാണത്തിനും മറ്റ് പ്രോഗ്രാമിനൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അന്നൊന്നും ഇത്രയും വിശദമായ രീതിയിൽ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നാണ് ശരിക്കും ഇത്രയും വിശദമായിട്ടുണ്ടോ എന്ന് തന്നെ ഞാൻ അറിഞ്ഞത് ഇപ്പോഴാണ്. അപ്പോൾ ഞാനും സുഹൃത്തുക്കളൊക്കെ പലതവണ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പം മനസ്സിലായ ഒരു കാര്യം വെച്ചാൽ 1.25 ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന ഈ കൺവെൻഷൻ സെൻറ്റർ നമ്മുടെയൊക്കെ സ്വപ്നങ്ങൾക്ക്, നമ്മുടെ മക്കളുടെ വിവാഹമായാലും മറ്റുള്ള ഫങ്ഷൻസ് ആയാലും നിറവോടുകൂടി നമുക്കിവിടെ എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായ രീതിയിൽ അവിസ്മരണീയമാക്കാൻ, എല്ലാ കാര്യങ്ങളും നമ്മുടെ എല്ലാ ഫങ്ഷൻസും അവിസ്മരണീയമാക്കാൻ കഴിയുന്ന തരത്തിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ ചുള്ളിമാനൂർ ടോൾ ജംഗ്ഷനിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ടോൾ ജംഗ്ഷനിലെ സാഫ് ഓഡിറ്റോറിയവുമായി ബന്ധപ്പെടാനുള്ള നമ്പർ സ്ക്രീനിൽ കാണിക്കാം. ഈ പലതവണ ഇവിടെ അനിയൻ അല്ലേ ഒരുപാട് തവണ. അപ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ ശരിക്കുള്ള അനുഭവം? സത്യം പറയാം, നമ്മൾ ഇവന്റ് മാനേജ്മെന്റുകാർക്ക് നമ്മൾ ഡെക്കറേഷൻ ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് നമുക്ക് സാധനങ്ങളെ കൊണ്ടുവന്ന് സ്റ്റേ ചെയ്യാനും മറ്റു സൗകര്യങ്ങളാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അതിനുള്ളൊരു സൗകര്യം നമുക്ക് വണ്ടി സൈറ്റാണ്, ഇവിടെ കൊണ്ട് ഇറക്കി തന്നെ നമുക്ക് സാധനം ഉടനെ തന്നെ ചെയ്യാൻ കഴിയും. പെട്ടെന്ന് ചെയ്യാൻ കഴിയും. മോളിലാണെങ്കിലും അതുപോലെ തന്നെ മോളിൽ വണ്ടി കറങ്ങി മോളിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഇവൻ്റുകാർ മെയിനായിട്ട് നോക്കുന്നത് വണ്ടി സൈറ്റാണോ എന്നാണ് നോക്കുന്നത്. അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാഫാണെങ്കിൽ നമുക്ക് അതിനുവേണ്ട സജ്ജീകരണവും കാര്യങ്ങളൊക്കെ ഒരുക്കി തരുന്നുണ്ട്. അതെ അതെ. പിന്നെ ശരിക്കും ഇതിപ്പോൾ ഈ നാളെ കല്യാണത്തിൻ്റെ ഇപ്പോൾ വന്നു എല്ലാം ചെയ്യുകയാണ്. ഇപ്പോൾ നാളെ വൈകുന്നേരം ഇപ്പോൾ പിന്നെ ചില ഓഡിറ്റോറിയംകാർ നമുക്ക് നേരത്തെ അവർ പറഞ്ഞ സമയത്ത് ഓഡിറ്റോറിയം നമുക്ക് വിട്ടു തരത്തുള്ളൂ. ഇവിടെ വന്ന് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് മുൻകൂട്ടി തന്നെ നേരത്തെ വന്ന് എല്ലാം അറേഞ്ച് ചെയ്യാൻ പറ്റും. നല്ല സ്റ്റാഫുകളുടെ നല്ല ഇടപെടൽ എനിക്കൊന്ന് മനസ്സിലായി. അനിയൻ പറഞ്ഞ സത്യമാണ്. കാരണം വെച്ചാൽ ഞാനും പലതവണ വന്നപ്പോഴും ഈ സ്റ്റാഫുകളുടെ ഇടപെടൽ വളരെ നല്ലതാണ്. അത് തന്നെയാണ് ഈ സ്ഥാപനത്തിന്റെ വലിയൊരു വിജയം അല്ലേ. എല്ലാവരും ഒറ്റക്കെട്ടായിട്ടുള്ള നല്ലൊരു പ്രവർത്തനമാണ് ശരിക്കും. മാത്രമല്ല ഈ കൊച്ചുകുട്ടികൾക്ക് പോലും പറഞ്ഞു ഈ സാഫ് 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 അല്ലേ. കൊച്ചുകുട്ടികൾ പോലും പറഞ്ഞൊരു പേരാണ് സാഫ് എന്നുള്ള പേര്. ശരിക്കും അത് ശരിക്കും യുവതീ-യുവാക്കൾക്ക് മാത്രമല്ല, ഒരുപക്ഷെ രക്ഷകർത്താക്കൾക്ക് ഇപ്പോൾ കല്യാണമായാലും മറ്റ് ഫംഗ്ഷനായാലും എന്തായാലും എല്ലാവർക്കും ഒരു നിറമുണ്ടല്ലേ എന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. നമ്മൾ ഈ ഒരു ലൊക്കാലിറ്റിയിൽ തന്നെ നമുക്ക് നോക്കുമ്പോൾ വളരെയധികം ഫെസിലിറ്റീസൊക്കെ ഉള്ളൊരു ഓഡിറ്റോറിയം കൂടിയാണ് സാഫ് ഓഡിറ്റോറിയം. ശരി. മാത്രമല്ല വലിയ നിരക്കുമല്ല അല്ലേ. നിരക്കും വളരെ അതാണ് ഇത്രയും വൃത്തി ഉണ്ടായിട്ട് നല്ല സൗകര്യങ്ങൾ ഉണ്ടായിട്ട് ഈ പേര് പോലെ തന്നെയാണ് സാഫ് സാഫ് അതല്ലേ വൃത്തി, നല്ല വൃത്തിക്ക് തന്നെ. ശരിക്കും പറഞ്ഞാൽ ഇത്രയും സൗകര്യം ഉണ്ടായിട്ട് ഞാൻ അറിഞ്ഞിടത്തോളം വലിയ ഒരു എമൗണ്ട് അല്ല. അപ്പോൾ സാധാരണക്കാർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ നമ്മൾ കല്യാണം നടത്തിയാലും ശരി മറ്റ് ഫംഗ്ഷൻസ് നടത്തിയാലും സാധാരണക്കാർ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ട് മാത്രമേ വാങ്ങുന്നുള്ളൂ. മാത്രമല്ല അതിൽ നല്ല രീതിയിൽ അവർ നമ്മളോട് പെരുമാറും. അതൊക്കെ ഇപ്പോൾ അനിയൻ പറഞ്ഞ പോലെ നമ്മൾ ഒരു തവണ വന്നു, നമ്മളൊരു കല്യാണം അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം നടത്തി. അപ്പോൾ നമ്മൾ പോകുമ്പോൾ നിറഞ്ഞ മനസ്സോടി പോകും. പിന്നെ നമ്മൾ ബന്ധുക്കളെയും സുഹൃത്തുക്കളൊക്കെ അല്ലേ നമ്മൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി അവർ പറയും. തീർച്ചയായും നല്ല കാര്യമാണ്. ശരി. അപ്പോൾ അനിയൻ്റെ അനുഭവം നല്ലത് തന്നെയാണ്. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ ഉണ്ടോ അവരുടെ അനുഭവം ഒക്കെ നല്ലതാണ്. എല്ലാവരും പറയുന്നത് നല്ലൊരു അനുഭവം തന്നെയാണ്. അപ്പോൾ അത് എല്ലാം നമുക്കെല്ലാവർക്കും ഒരുപോലെ ആശംസകൾ. പിന്നെ ഇവരുടെ ഈ സ്ഥാപനത്തിൻ്റെ ഒരു മറ്റൊരു കൺവെൻഷൻ സെൻറ്റർ ഉടനെ തന്നെ ഈ പുതുക്കുളങ്ങര, ആര്യനാട്, നെടുമങ്ങാട് റൂട്ട്, നെടുമങ്ങാട് ടൗണിൽ നിന്ന് ആര്യനാട് പോകുന്ന ആ റോഡ്, ആ സ്റ്റേറ്റ് ഏരിയ 3 പുതുക്കുളങ്ങരയിൽ
3.5 ഏക്കറിൽ ഹെലിപ്പാഡ് സൗകര്യത്തോടി 3.5 ഏക്കറിൽ ഹെലിപ്പാഡ് സൗകര്യത്തോടി ഉടനെ തന്നെ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ആ സ്ഥാപനത്തിന് നമുക്ക് ആശംസകൾ അറിയിക്കാം അല്ലേ? നമുക്ക് എല്ലാവർക്കും ചേർന്ന് ആശംസകൾ അറിയിക്കാം. ശരി ശരിയാ? ഓക്കെ. നമുക്ക് സാഫ് കൺവെൻഷൻ സെൻറ്ററിൽ ഒരു കസ്റ്റമർ വരുമ്പോൾ നമുക്ക് മുഹൂർത്തം കുറിച്ചിട്ടാണ് വരുന്നത്. ആ ഡേറ്റിൽ നമുക്ക് ഇപ്പം ഓരോ മാസം ഉണ്ടല്ലോ, ആ മാസത്തിലെ മുഹൂർത്തം നമ്മൾ ഇവിടെ ഒന്ന് ബുക്കിംഗ് ഡേറ്റ് എടുക്കാതെ അറിയാതെ കുറിച്ചിട്ട് വരുന്നവർ ആ ഡേറ്റിൽ നമുക്ക് മുഹൂർത്തം ഇല്ലാതെ ആ ഡേറ്റിൽ ഇവിടെ കൊടുക്കാൻ വരുമ്പോൾ ബുക്കിംഗ് ആയതുകൊണ്ട് ചില വേറെ ഇവിടെ അവർക്ക് സാഫ് കൺവെൻഷൻ സെൻറ്ററിൽ നമുക്ക് കിഴക്ക് ദർശനവും നമുക്ക് ഉയർന്ന ഒരു ഇതാണ് ഈ ഓഡിറ്റോറിയം ഐശ്വര്യം. നമുക്ക് റോഡിൽ നിന്ന് ഉയർച്ചയും കിഴക്ക് ദർശനമാണ്. അപ്പോൾ അവർക്ക് ഉയരുന്ന സ്ഥലത്ത് അവർക്കിപ്പോൾ ഓഡിറ്റോറിയം കല്യാണമായാലും വീടായാലും ജീവിതം ഈ ഉയർച്ച ആയതുകൊണ്ട് അപ്പോൾ അവർക്ക് ഈ സാഫ് കൺവെൻഷൻ സെൻറ്റർ ഉയർച്ചയിലുള്ള ഒരു ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഡേറ്റ് മുഹൂർത്തം മാറ്റിയിട്ട് വേറെ പൊറ്റി ചെന്നിട്ട് വേറെ മുഹൂർത്തം കുറിച്ച് കൊണ്ടുവന്നിട്ട് ഇവിടെ കല്യാണം നടത്തുന്നുണ്ട്. ശരി, അങ്ങനെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ അതെ. അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ ഒരു ഫെസിലിറ്റിയും കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ചേട്ടൻ പറഞ്ഞാൽ 1-2 പോയിന്റുകൾ പ്രധാനമാണ്. കാരണം കിഴക്ക് ദർശനം പിന്നെ ഉയർച്ച, അതായത് അവിടെ രാജപാലിന് ഉയർച്ച ഉണ്ട്. അതെ. അപ്പോൾ അവിടെ വെച്ചെടുക്കുന്ന കല്യാണങ്ങളൊക്കെ നല്ല ഉയർച്ചയാണ്. തീർച്ചയായിട്ടും സത്യമാണ് ചേട്ടൻ പറഞ്ഞതാണ്. മാത്രമല്ല ഞാൻ ആദ്യം പറഞ്ഞാൽ പോസിറ്റീവ് വേണമെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ ഇവിടെ മുഴുവൻ അത് ഫീൽ ചെയ്യുന്നുണ്ട്. അത് വലിയൊരു കാര്യം തന്നെയാണ്. അതാണ് ഇത്രയും നമുക്ക് ഉയർച്ച ഉള്ളത്. അതെ. വരുന്ന കല്യാണം നടത്തുന്നവർക്കും ഇവിടുത്തെ എല്ലാവർക്കും എന്നും ഉണ്ടാവണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. 100%. അത് മാത്രമല്ല ഇവിടുത്തെ മാത്രമല്ല ഇത് പുതിയ തുടങ്ങാൻ പോകുന്ന പുതുക്കുളങ്ങരയിൽ പിന്നെ നമ്മുടെ കൺവെൻഷൻ സെന്ററിന് ഹെലിപ്പാഡ് സൗകര്യത്തോട് തുടങ്ങുന്നത്. അപ്പോൾ നമ്മുടെ നാടിനൊക്കെ ശരിക്കും പറഞ്ഞാൽ വളരെ അഭിമാന മുഹൂർത്തമാണ്. അപ്പോൾ ഹെലിപ്പാഡ് സൗകര്യത്തോടുകൂടി ഒരു കൺവെൻഷൻ സെന്റർ ഇവിടെ എങ്ങും പരിസരത്തില്ല. അപ്പോൾ അത് വരുന്നതോടെ നമ്മുടെ നാടിൻ്റെ ഉപശാസനം മാറും അല്ലേ? ശരിക്കും പറഞ്ഞാൽ വളരെ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും. അതായത് എല്ലാവരുടെയും നാട്ടുകാരുടെയും നമ്മളെ ഈ പ്രദേശത്തിൻ്റെയും നമ്മളെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ അടുത്ത ഇതിലേക്ക് സ്റ്റാർട്ടിങ് ആരംഭിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് എല്ലാവരും ദൈവം അനുഗ്രഹിച്ചുകൊണ്ട് ഉയരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതെ, ഇതാണ് വിനയം. ശരിക്കും പറഞ്ഞാൽ ആ വിനയത്തോടെയുള്ള പെരുമാറ്റം ഇത് തന്നെയാണ് ഓരോ കസ്റ്റമേഴ്സ് ഇവിടെ വരുന്ന ഓരോരുത്തരും ആഗ്രഹിക്കുന്നതും അവർക്ക് ലഭിക്കുന്നതും അത് തന്നെയാണ് വിനയം. ഓരോ സ്റ്റാഫും അവരോട് പെരുമാറുന്ന രീതി. അതുകൊണ്ടാണ് ഇവിടെ എന്നും കല്യാണം അല്ലെങ്കിൽ മറ്റു പ്രോഗ്രാംസ് ഉള്ളത്. കാരണം സാഫ് ഒരേ ഒരു നാമം, ആ ഒരു പേരിലേക്ക് മാറിക്കഴിഞ്ഞു. എല്ലാവരും സാഫ്. അതെ, പേര് പോലെ തന്നെയാണ്, വളരെ പരിചിതമാണ് സാഫ്. ഈ വരുന്ന കസ്റ്റമർ നമ്മളെ സമ്പത്താണ്. ഈ വരുന്നവർ നമ്മളെ ബന്ധുക്കളാണ്, നമ്മളെ സമ്പത്ത്, നമ്മൾ വരുന്ന ധനമാണ്. നമ്മൾ അവരിലൊപ്പം നമ്മൾ ലയിച്ച് ചേരും. തീർച്ചയായിട്ടും ആ ഒരു വാക്കുകൾ ശരിക്കും പറഞ്ഞാൽ ചേട്ടൻ പറഞ്ഞ ആ വാക്കുകൾ വളരെ ഇഷ്ടപ്പെട്ടു. ഇത് തന്നെയാണ് ഇവിടെ ഓരോരുത്തർക്കും നമ്മൾ കണ്ട പലരെയും നമ്മൾ കണ്ടു. അവരുടെയൊക്കെ മനസ്സിലുള്ളതും ഇത് തന്നെയാണ്. പലർക്കും പറയാനുള്ളതും ഇത് തന്നെയാണ്. സാഫിനെ പറ്റി പ്ലസ് പോയിന്റ് മാത്രമേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ മുഹൂർത്തങ്ങളും ധന്യമാക്കാൻ നമുക്ക് സാഫ് കൺവെൻഷൻ സെന്ററുമായി ബന്ധപ്പെടാം. നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. 1.25 ഏക്കറിൽ നിറഞ്ഞു നിൽക്കുന്ന 1.25 ഏക്കറിൽ മാത്രമല്ല ജനമനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന സാധാരണക്കാർ നെഞ്ചേറ്റിയ സാധാരണക്കാരുടെ മനസ്സുകളിൽ ഇടം പിടിച്ച സാഫ് കൺവെൻഷൻ സെന്ററിലെ വിശദാംശങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി മറ്റൊരു സന്തോഷ വാർത്ത. ഉടനെ തന്നെ നെടുമങ്ങാട് ആര്യനാട് റോഡിൽ പുതുക്കുളങ്ങരയ്ക്ക് സമീപം 3.5 ഏക്കറിൽ ഹെലിപ്പാഡ് സൗകര്യത്തോടുകൂടി ഞങ്ങളുടെ സഹോദര സ്ഥാപനം സഹോദര കൺവെൻഷൻ സെന്റർ, നമ്മുടെ സഹോദര കൺവെൻഷൻ സെന്റർ ഉടൻ പ്രവർത്തനം ആരംഭിക്കും. അപ്പോൾ ഈ സാഫ് കൺവെൻഷൻ സെന്ററിൻ്റെ ലൊക്കേഷൻ ഒന്നുകൂടെ പറയാം. തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം തെങ്കാശി മധുരപാത, തിരുവനന്തപുരം പൊന്മുടി പാതയിൽ ചുള്ളിമാനൂർ ടോൾ ജംഗ്ഷനിലാണ് ഈ സാഫ് കൺവെൻഷൻ സെന്റർ ഉള്ളത്. ഉടൻ തന്നെ ഹെലിപ്പാഡ് സൗകര്യത്തോടുകൂടി 3.5 ഏക്കറിൽ നെടുമങ്ങാട് പുതുക്കുളങ്ങരയിൽ നമ്മുടെ മറ്റൊരു കൺവെൻഷൻ സെന്റർ ഉടൻ പ്രവർത്തനം ആരംഭിക്കും. അപ്പോൾ സാധാരണക്കാർക്കും എല്ലാവർക്കും നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റിന് അനുസരിച്ച് നമ്മുടെ മുഹൂർത്തങ്ങൾ ധന്യമാക്കാൻ വിളിക്കാം. ഈ സ്ഥാപനവുമായി ബന്ധപ്പെടാം. ഞാൻ നമ്പർ സ്ക്രീനിൽ കാണിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സ്ഥാപനത്തിൻ്റെ വിശേഷങ്ങളുമായി വരാം. ഓക്കെ.